ഗുഡ് ഈവനിംഗ്. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കാണ്. കോഴിക്കോട് താമരശ്ശേരി ചുരം 9-ാം വളവിൽ യുവാവിന് പാമ്പ് കടിയേറ്റു. കൽപ്പറ്റ സ്വദേശി ആസാദിനാണ് കടിയേറ്റത്. അനീഷ് ദേവസിയുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, വിശദാംശങ്ങൾ. രാത്രി 8 മണിയോടെയാണ് ഈ താമരശ്ശേരി ചുരത്തിലെ 9-ാം വളവിൽ യുവാവിന് പെരുമ്പാമ്പിന്റെ കടി. കോഴിക്കോട് താമരശ്ശേരി ചുരം 9-ാം വളവിൽ യുവാവിന് പാമ്പുകടിയേറ്റെന്ന വാർത്തയാണ് വരുന്നത്. കൽപ്പറ്റ സ്വദേശിയായ ആസാദിനാണ് പാമ്പുകടിയേറ്റത്. അനീഷ് ദേവസ്യ വിവരങ്ങളുമായി തുടരുകയാണ്. അനീഷെ, തുടരാം. കൃഷ്ണ, ഇന്ന് രാത്രി 8 മണിയോടെയാണ് ഈ താമരശ്ശേരി ചുരത്തിലെ 9-ാം വളവിൽ വെച്ച് യുവാവിന് പെരുമ്പാമ്പിന്റെ കടിയേറ്റിരിക്കുന്നത്. ഈ കൽപ്പറ്റ സ്വദേശിയായ ആസാദിനാണ് ഈ പെരുമ്പാമ്പിന്റെ കടിയേറ്റിരിക്കുന്നത്. ഈ കൽപ്പറ്റയിൽ നിന്നും ഒടുങ്ങാട്ടേക്കുള്ള ഒരു ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ ഈ സുഹൃത്തുക്കളൊപ്പം കാറിൽ വരികയായിരുന്നു ഈ ആസാദ്. ഈ സമയത്താണ് ഈ 9-ാം വളവിൽ വെച്ച് പെരുമ്പാമ്പ് ഈ റോഡ് മുറിച്ചു നടക്കാൻ ശ്രമിക്കുന്നത് ഇവരെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ പാമ്പ് റോഡിന് നടുവിൽ ഇങ്ങനെ നിലയുറപ്പിച്ചതോടെ ഈ ചുരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിരുന്നു. ഈ റോഡിലെ തടസ്സം മാറ്റാൻ വേണ്ടി കാറിൽ നിന്ന് ഇറങ്ങി ഈ ആസാദ് പാമ്പിനെ കൈകൊണ്ട് പിടിച്ച് മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഈ പെരുമ്പാമ്പ് ആസാദിന്റെ കാലിൽ കടിക്കുന്നത്. ഈ കടിയുടെ ആഘാതത്തിൽ ഈ ആസാദിന്റെ കാലിൽ ഇറച്ചി വേർപെട്ടു പോയ ഒരു അവസ്ഥയിലാണ്. ഉടൻ തന്നെ ഈ കൂടെ ഉണ്ടായിരുന്നവർ ആസാദിനെ ഈ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ഒരു പ്രാഥമിക ചികിത്സ നൽകിയിരുന്നു. എന്നാൽ ഈ പരിക്ക് ഗുരുതരമായതിനാൽ ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ക്രിസ്റ്റീന. ശരി, അനീഷ് ദേവസ്യാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ കാരണങ്ങളിൽ ഭരണവിരുദ്ധ വികാരവും ഉണ്ടെന്ന് സംബന്ധിച്ച് CPIM. പരാജയത്തിന്റെ ഉത്തരവാദികൾ വ്യക്തികളല്ല, 10 വർഷത്തെ ഭരണം മൂലം സംഘടനാ രംഗത്ത് മുരടിപ്പുണ്ടായി. ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ അധിക വോട്ടുകൾ ഇത്തവണ കിട്ടിയില്ലെന്നും ഭൂരിപക്ഷ വോട്ടുകളും വിചാരിച്ചതുപോലെ ലഭിച്ചെന്നും സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായി സംസ്ഥാന പ്ലീനം വിളിച്ചേക്കും. നാളത്തെ ചർച്ചയ്ക്ക് ശേഷമാകും അന്തിമ തീരുമാനം. ബന്ധു നിയമന വിവാദത്തിനൊടുവിൽ മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ബെന്നി തോമസ് രാജിവെച്ചു. രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി. പാർട്ടിക്ക് വിമർശനം നേരിടേണ്ടി വന്നതിനാൽ രാജിയെന്നാണ് കത്തിലെ പരാമർശം. സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ടായിരുന്നു DCC ജനറൽ സെക്രട്ടറിയും സഹോദരി ഭർത്താവുമായ ബെന്നി തോമസിനെ നിയമിച്ചത്. നിയമനം വിവാദമാവുകയും പാർട്ടിക്ക് വിമർശനം നേരിടേണ്ടി വരികയും ചെയ്ത സാഹചര്യത്തിലാണ് രാജി എന്നാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയ കത്തിലുള്ളത്. ഇരുവരും ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ് രാജി എന്നാണ് പുറത്തുവരുന്ന വിവരം. നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന KPCC യോഗത്തിൽ സണ്ണി ജോസഫിനെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. ഇതിനുശേഷവും ബെന്നി തോമസിന്റെ നിയമനത്തെ ന്യായീകരിച്ച് മന്ത്രി വീണ്ടും രംഗത്തെത്തിയിരുന്നു. അപേക്ഷ വിളിച്ച് പരീക്ഷ നടത്തി അഭിമുഖം നടത്തിയെടുക്കുന്ന നിയമനമല്ല പേഴ്സണൽ സ്റ്റാഫ് എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. ബന്ധു നിയമന വിവാദത്തിന് പിന്നാലെ സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ അപ്രത്യക്ഷമായിരുന്നു. അപ്ഗ്രേഡേഷന്റെ ഭാഗമായാണ് സൈറ്റുകൾ ലഭ്യമല്ലാത്തതായിരുന്നു പൊതുഭരണ വകുപ്പിന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക് 24. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ജോയിന്റ് രജിസ്ട്രാർ മുഹമ്മദ് സലീം TB ഷോക്കേറ്റ് മരിച്ചു. 54 വയസ്സായിരുന്നു. പുരയിടത്തിൽ കൃഷിക്കായി ഇറങ്ങവേ ഷോക്കേറ്റതാണെന്ന് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി ലാൽ കൃഷ്ണൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ലാൽ, എപ്പോഴായിരുന്നു ഈ സംഭവം? വിവരങ്ങൾ. അല്പസമയങ്ങൾക്ക് മുമ്പ്, അതായത് വൈകിട്ട് സ്വന്തം ഭൂമിയിലുള്ള കൃഷിയിടത്തിലേക്ക്, എറണാകുളത്ത് തന്നെയുള്ള അദ്ദേഹത്തിന്റെ വസതിയോട് ചേർന്നുള്ള കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയതായിരുന്നു അദ്ദേഹം. ഏറെ നേരം കഴിഞ്ഞു എത്താതായതോടുകൂടി വീട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് പുരയിടത്തിൽ കിടക്കുന്നത് കണ്ടത്. പുരയിടത്തിൽ തന്നെ ഉണ്ടായിരുന്ന, കൃഷിയിടത്തിൽ തന്നെ ഉണ്ടായിരുന്ന മോട്ടറിൽ നിന്ന് ഷോക്ക് ഏറ്റതാണ് എന്നാണ് പ്രാഥമിക നിഗമനം. ഉടൻ തന്നെ കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും അദ്ദേഹം മരണപ്പെട്ടെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്നാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടിയിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. കുസാറ്റിന്റെ ജോയിന്റ് രജിസ്ട്രാർ എന്നതിനോടൊപ്പം തന്നെ രജിസ്ട്രാറുടെ പേഴ്സണൽ അസിസ്റ്റന്റ് കൂടിയാണ് നിലവിൽ മരണപ്പെട്ട മുഹമ്മദ് സലീം TB. ശരി, ലാൽകൃഷ്ണനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ജനത്തിന് നടുവൊടിച്ച് രാജ്യത്ത് ഗാർഹിക LPG സിലിണ്ടർ വില വീണ്ടും കൂട്ടി. സിലിണ്ടറിന് 29 രൂപയാണ് കൂട്ടിയത്. എണ്ണ കമ്പനികൾക്ക് കേന്ദ്രം ലാഭമുണ്ടാക്കി കൊടുക്കുന്നെന്ന് കോൺഗ്രസ് വിമർശിച്ചു. പാചകവാതകത്തിന് ലോകത്ത് ഏറ്റവും വിലക്കുറവ് ഇന്ത്യയിലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ന്യായീകരണം. അടിക്കടിയുള്ള പെട്രോൾ ഡീസൽ വാണിജ്യ സിലിണ്ടർ വില വർധനവിന് പിന്നാലെ ഗാർഹിക സിലിണ്ടറിന്റെ വിലയും കൂട്ടുകയാണ്. 14.2 കിലോഗ്രാം ഗാർഹിക സിലിണ്ടറിന് 29 രൂപ കൂട്ടി. ഇതോടെ കേരളത്തിൽ 14.2 കിലോ സിലിണ്ടറിന്റെ വില 951 രൂപ കടന്നു. 3 മാസത്തിനിടയിൽ ഇത് രണ്ടാം തവണയാണ്
ഗാർഹിക സിലിണ്ടറിന്റെ വില കൂട്ടിയത്. കഴിഞ്ഞ മാർച്ചിൽ ഒറ്റയടിക്ക് ഗാർഹിക സിലിണ്ടറിന് 60 രൂപയാണ് കേന്ദ്രം വർദ്ധിപ്പിച്ചത്. ജീവിത ചിലവേറുന്നതിൽ ആശങ്കയിലാണ് ജനം. വില കൂട്ടി അതൊന്ന് കുറയ്ക്കണം. പിന്നെ സാധനങ്ങൾക്കൊക്കെ വില കൂട്ടിയിട്ടുണ്ട്, അതും കുറയ്ക്കണം എന്നാ പറയാനുള്ളത്. എല്ലാ ദിവസവും ദുരിതത്തിലാണ്. ഇമ്പക്ക് അന്നാന്ന് കിട്ടുന്നത് ഇമ്പക്ക് അന്നാന്ന് നയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളവരൊക്കെ. അപ്പം ഇമ്പക്ക് ആ വില വർധനയ്ക്ക് എന്തെങ്കിലും പ്രതിവിധി എന്തെങ്കിലും ഉണ്ടാവണം. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് തുച്ഛമായ വിലയിൽ LPG സിലിണ്ടർ ലഭിക്കുന്നത് ഇന്ത്യയിലെന്നാണ് കേന്ദ്രത്തിന്റെ ന്യായീകരണം. വില കൂട്ടുമ്പോഴും രാജ്യത്ത് ഇന്ധന പ്രതിസന്ധിയില്ലെന്നും കേന്ദ്രം ആവർത്തിക്കുന്നു. സാധാരണക്കാരന്റെ ജീവിതത്തിനു മേലുള്ള ഇരുട്ടടിയെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. ഈ മാസം വാണിജ്യ ആവശ്യത്തിനുള്ള LPGയുടെ വില 42 രൂപ കൂട്ടിയിരുന്നു. 24 ഡൽഹി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 7 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ മലയോര മേഖലയിലൂടെയുള്ള രാത്രി യാത്ര നിരോധിച്ചു. വൈകിട്ട് 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. സാഹസിക ടൂറിസം കേന്ദ്രങ്ങൾ അടയ്ക്കണമെന്നും നിർദ്ദേശമുണ്ട്. കട്ടപ്പന പുളിയന്മല റോഡിൽ ക്രൈസ്റ്റ് കോളേജിന് സമീപം കാറിന് മുകളിൽ മരമൊടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പൊന്മുടി എക്കോ ടൂറിസം അടച്ചിട്ടു. കനത്ത മഴയിലും കാറ്റിലും സ്കൂളിന്റെ മേൽക്കൂര തകർന്നു. പത്തനംതിട്ട തണ്ണിത്തോട് സെയിന്റ് ബെനഡിക്ട് MSC സ്കൂളിന്റെ മേൽക്കൂരയാണ് തകർന്നത്. ശക്തമായ കാറ്റിൽ സമീപത്തെ വീട്ടിലേക്കും മേൽക്കൂര പതിച്ചു. രാവിലെ മുതൽ ജില്ലയുടെ മലയോര മേഖലയിൽ മഴ പെയ്തിരുന്നു. ഉച്ചയോടെ മിന്നൽ ചുഴലി ഉണ്ടായ സമയത്താണ് സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നത്. 10ാം ക്ലാസിന്റെ 3 ഡിവിഷനും സ്റ്റാഫ് റൂമും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ശക്തമായ കാറ്റിൽ സമീപത്തെ വീട്ടിലേക്കും സ്കൂളിന്റെ മേൽക്കൂര പതിച്ചു. അവധി ദിവസമായതിനാൽ സ്കൂളിൽ വിദ്യാർത്ഥികളോ അധ്യാപകരോ അനധ്യാപകരോ ഉണ്ടായിരുന്നില്ല. ശക്തമായ ചുഴലിക്കാറ്റ് അടിച്ചുകൊണ്ടാണ് ഇവിടെ ഇത് സംഭവിച്ചത്. 2018 വളരെ ബലവത്തായി നിർമ്മിച്ച ബിൽഡിംഗാണിത്. അപ്പോൾ അതിൻ്റെ മേൽക്കൂര നമ്മൾ ഷീറ്റ് ഇട്ടിരുന്നതാണ്. ആ ഷീറ്റ് ശക്തമായ കാറ്റടിച്ചപ്പോൾ ഷീറ്റ് പറന്നുപോയി. അതാണ് സംഭവിച്ചത്. ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, കുട്ടികളൊന്നും ഇല്ലാതെ വളരെ ഭാഗ്യമായിട്ട് പോയി. സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. 2018 സ്കൂളിന്റെ മേൽക്കൂര മാറുകയും മറ്റ് നവീകരണ പ്രവൃത്തികൾ നടത്തുകയും ചെയ്തിരുന്നതായി PTA ഭാരവാഹികൾ പറഞ്ഞു. 24 പത്തനംതിട്ട. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മടക്കം. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ സലീം കുമാറിന്റെ മായാത്ത ചിരിയോർമ്മ. എറണാകുളം പറവൂർ ചിറ്റീറ്റുകരയിലെ വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. മക്കളായ ചന്തുവും ആരോമലും ചേർന്ന് ചിതയ്ക്ക് തീകൊളുത്തി. സലീം കുമാറിന്റെ ആവശ്യപ്രകാരം മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കിയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. വെള്ളിത്തിരയുടെ വെള്ളിവെളിച്ചത്തിൽ തിളങ്ങി നിന്നപ്പോഴും തന്റെ രാഷ്ട്രീയം ശക്തമായി ഉയർത്തിപ്പിടിച്ച നടനായിരുന്നു സലീം കുമാർ. കോൺഗ്രസിന്റെ സാംസ്കാരിക മുഖങ്ങളിൽ പ്രധാനി. ഒരു കാലത്തും തള്ളിപ്പറയാത്ത അചഞ്ചലമായ പാർട്ടിക്കൂറിന്റെ പേരുകൂടിയായിരുന്നു സലീം കുമാർ. ഞാൻ ജനിച്ചത് തന്നെ ഒരു കോൺഗ്രസ്സുകാരനായിട്ടാണ്. അതിന് ഞാൻ അഭിമാനം കൊള്ളുന്നുണ്ട്. പല വട്ടം ഞാൻ പറഞ്ഞതാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ലീഡർ K. കരുണാകരന് നോട്ടുമാലയിട്ട് ആരംഭിച്ചതാണ് സലിം കുമാറിന്റെ രാഷ്ട്രീയ പ്രവർത്തനം. പറവൂരിലെ ചിറ്റാറ്റുകരയ്ക്ക് പണ്ടൊരു വിളിപ്പേരുണ്ടായിരുന്നു, മോസ്കോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി പാറിപ്പറന്ന മണ്ണിൽ സഹോദരനയ്യപ്പന്റെ കടുത്ത അനുയായിയായ ഗംഗാധരൻ കോൺഗ്രസിന്റെ ത്രിവർണ പതാകയേന്തി നിന്നു. അയാളുടെ ഏറ്റവും ഇളയ മകനും അതേ പതാക എടുത്തുയർത്തി. ക്യാമ്പസിൽ KSUക്കാരനായി. നമ്മൾ പറവൂർക്കാർക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഒരു പുഞ്ചിരിക്കുന്ന മുഖമുള്ളൊരു മുഖ്യമന്ത്രിയെ കേരളത്തിന് നൽകി. സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇടത് കുത്തകയായിരുന്ന കാലത്ത് കോൺഗ്രസിന് വേണ്ടി തെരുവിലിറങ്ങി അയാൾ നാടകം കളിച്ചു. വെള്ളിത്തിരയിൽ
തിരക്കുള്ള താരമായി മാറിയപ്പോഴും തന്റെ രാഷ്ട്രീയം മറച്ചുവെച്ചില്ല. കോൺഗ്രസിനു വേണ്ടി തൊണ്ട പൊട്ടി പ്രചാരണം നടത്തിയ കാലം ഓർത്തെടുത്തപ്പോഴെല്ലാം വേദികളിൽ ആ കലാകാരൻ ആവേശഭരിതനായി. കെ കരുണാകരന്റെ പ്രസംഗം കേട്ടാണ് കൊടി പിടിച്ചതെന്നും പണ്ടൊരിക്കൽ മരണത്തെ മുഖാമുഖം കണ്ടുകിടന്ന നാളിൽ ലീഡർ വിളിച്ച് ഏറെ നേരം സംസാരിച്ചിട്ടുണ്ടെന്നും കോൺഗ്രസ് വേദികളിൽ വാചാലനായി. കറകളഞ്ഞ കോൺഗ്രസുകാരനായിട്ടും ഒരിക്കൽ പോലും സ്ഥാനങ്ങൾക്ക് വേണ്ടി എവിടെയും കാത്തുനിന്നില്ല. വനവാസത്തിന് പോവാൻ നിന്നവരെ നിർബന്ധിച്ച് പട്ടാഭിഷേകം നടത്തിയ ഒരു പറ്റം ജനതയുടെ സായുജ്യത്തിന്റെ കഥയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ശ്രീ വി ഡി സതീശൻ. സിനിമാ രംഗത്തെ അടുത്ത സുഹൃത്തുക്കളിൽ പലരും ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരത്തിനിറങ്ങിയപ്പോഴും തന്റെ രാഷ്ട്രീയത്തിന് എതിരു നിൽക്കുന്ന ഒരാൾക്കു വേണ്ടിയും പ്രചാരണത്തിന് പോയില്ല സലിംകുമാർ. പറവൂരിൽ കാലുകുത്തിയ നാൾ മുതൽ വി ഡി സതീശന്റെ കരുത്തായി. അതുകൊണ്ടാണ് സലിംകുമാറിന്റെ കുടുംബം തന്റേതു കൂടിയാണെന്ന് വി ഡി സതീശൻ പറയുന്നത്. ഞാൻ കുടുംബത്തിനോടുള്ള ഔപചാരികമായ ദുഃഖം പ്രകടിപ്പിക്കുന്നില്ല. കാരണം ആ കുടുംബം എൻ്റെ കൂടെ കുടുംബമാണ്. ഞാനും കൂടി ആ കുടുംബത്തിൽ ഉൾപ്പെട്ടതാണ്. അവരെ എല്ലാവരെയും ഞാൻ ചേർത്ത് നിർത്തും. മരണത്തെ ഭയന്നിരുന്നില്ല സലിംകുമാർ. പക്ഷേ ആരോഗ്യസ്ഥിതി മോശമായ സമയത്തെല്ലാം ഒരാഗ്രഹം ആവർത്തിച്ചു. മരിച്ചു കിടക്കുമ്പോൾ പാർട്ടി പതാക പുതച്ച് യാത്രയാകണം. നോവിന്റെ പെരുമഴ പെയ്തിറങ്ങി നനഞ്ഞുപോയ ഈ ഞായറാഴ്ച ദിവസം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനം ത്രിവർണ പതാക പുതപ്പിച്ച് നെഞ്ചുകലങ്ങി ആ മനുഷ്യനെ യാത്രയാക്കി. സഹപ്രവർത്തകന് ഹൃദയവേദനയോടെ വിട നൽകി മലയാള സിനിമാ ലോകം. അഭിനേതാവെന്നതിനപ്പുറം സത്യസന്ധനായ മനുഷ്യനാണ് വിട പറഞ്ഞതെന്ന് ചലച്ചിത്ര പ്രവർത്തകർ അനുസ്മരിച്ചു. തീരാത്ത സങ്കടമാണ് വിയോഗമെന്ന് മമ്മൂട്ടി. ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നയാളാണ് സലിംകുമാറെന്ന് മമ്മൂട്ടി അനുസ്മരിച്ചു. സിനിമയ്ക്കകത്തും പുറത്തും തന്റെ സുഹൃത്താണ് സലിംകുമാറെന്ന് മോഹൻലാൽ. സാമൂഹിക വിഷയങ്ങളെ നിരീക്ഷിക്കുകയും അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യുന്ന പൗരബോധം സലിംകുമാറിനുണ്ടായിരുന്നുവെന്നും മോഹൻലാൽ അനുസ്മരിച്ചു. നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി, ജയറാം തുടങ്ങിയ അടുത്ത സഹപ്രവർത്തകർ സലിംകുമാറിനെ ഓർത്തെടുത്തു. അങ്ങനെ വേർപെട്ടു പോകുന്നവർ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ ആ വേദനയുടെ ആഘാതം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ഒരു വേർപാടാണ്. അദ്ദേഹം സിനിമയിൽ ചെയ്തിരുന്നത് കോമഡി വേഷങ്ങളാണെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം കാഴ്ചപ്പാടുകളും നിലപാടുകളും ഒക്കെ ഉള്ളൊരു വ്യക്തിത്വമായിരുന്നു. അഭിനേതാവ് എന്നതിനപ്പുറം വ്യക്തിപരമായാണ് സൗഹൃദം പങ്കുവച്ച് സലിംകുമാറിനെ സഹപ്രവർത്തകർ അനുസ്മരിച്ചത്. പ്രായം കുറവുള്ളൊരു മനുഷ്യനും കൂടെയാണല്ലോ. അദ്ദേഹത്തിന് ഒരുപാട് പ്രായമായിട്ടില്ല. തീർച്ചയായിട്ടും അത് ആലോചിക്കുമ്പോൾ പഴയ ഓർമ്മകളിലേക്ക് പോകുന്നു. ഒരുപാട് സങ്കടമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഇതുപോലൊരു മഴക്കാലത്ത് ആദ്യമായി സലിംകുമാറിനെ കണ്ടത് ഓർത്തെടുത്ത് സംവിധായകൻ കമൽ. ഇതുപോലൊരു മഴക്കാലത്ത് സലീം നമ്മളെ വിട്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. ഒരു മഴക്കാലത്താണ് ഞാൻ സലീമിനെ ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ ഏതൊരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുഗൾ തിയേറ്ററിൽ നിന്ന് സിനിമയെ കണ്ടിട്ട് നേരെ മഴ നനഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരിക വന്നു. സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞു. അന്ന് സലീം മെമിക്രി ആയിട്ടൊക്കെ നടക്കുന്ന സമയമാണ്. കൊച്ചി അമൃത ആശുപത്രിയിലും പറവൂർ ടൗൺ ഹാളിലും സിനിമാ മേഖലയിലെ നിരവധി പേർ സലിംകുമാറിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തി. 24 കൊച്ചി. വാർത്തകൾ തുടരുന്നു. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ ADGP ഓഫീസിൽ നടന്നത് വൻ അട്ടിമറി. ആദ്യ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കേസ് നിലനിൽക്കില്ലെന്ന വിധത്തിൽ റെഫർ റിപ്പോർട്ടായി മാറ്റി. തലയിലടിക്കുന്നതും മർദ്ദിക്കുന്നതുമായ ദൃശ്യങ്ങളില്ലെന്ന് കൂട്ടിച്ചേർത്തു. ഇക്കാര്യങ്ങൾ ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ ഔദ്യോഗികമായി അറിയിച്ചു. SIT സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. ആദ്യ അന്വേഷണ സംഘം സമർപ്പിച്ചത് കേസ് അന്വേഷണം പൂർത്തിയായ ശേഷമുള്ള റിപ്പോർട്ട്. ഉണ്ടായത് ക്രൂരമർദ്ദനമെന്നും ഗൺമാൻമാർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചെന്നും മർദ്ദിക്കുന്ന നിരവധി ദൃശ്യങ്ങളുണ്ടെന്നും ആദ്യ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ക്രൈംബ്രാഞ്ച് ആലപ്പുഴ DYSP സുനിൽ രാജ് തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് ADGP ഓഫീസിൽ നിന്ന് റെഫർ റിപ്പോർട്ടാക്കി മാറ്റിയെന്നാണ് SIT കണ്ടെത്തൽ.
കേസിൽ തെളിവുകളില്ലെന്നും പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങളിൽ മർദ്ദിക്കുന്നത് കാണാനാവുന്നില്ലെന്നും എഴുതി ചേർത്തു. എന്നാൽ മർദ്ദനം നടന്ന 35 സെക്കൻഡുകൾക്ക് ശേഷമാണ് പോലീസ് ഫോട്ടോഗ്രാഫർ സ്ഥലത്തെത്തിയതെന്നാണ് SIT കണ്ടെത്തൽ. മർദ്ദനത്തിന്റെ മറ്റ് ദൃശ്യങ്ങൾ ലഭ്യമാണെന്ന് ആദ്യ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. തിരുത്തിയ റിപ്പോർട്ടിൽ ഈ വരി ഒഴിവാക്കി. റിപ്പോർട്ട് തിരുത്തിയെന്ന മുൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ് SIT അന്വേഷണം ADGP ഓഫീസിലേക്ക് എത്തിച്ചത്. പിന്നാലെ ADGP ഓഫീസിലെ 2 SIമാരെയും ചോദ്യം ചെയ്തിരുന്നു. റിപ്പോർട്ട് തിരുത്തിയതായി ഇവരും മൊഴി നൽകി. മേലുദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു വഴിവിട്ട് ഇടപെടലെന്നും SIമാർ SITയോട് പറഞ്ഞു. പ്രതികളെ സഹായിക്കാനാണ് റിപ്പോർട്ട് തിരുത്തിയതെന്നും നടന്നത് അതീവ ഗുരുതര അട്ടിമറിയെന്നും SIT ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച അധിക വസ്തുതാ വിവര റിപ്പോർട്ടിൽ പറയുന്നു. 24 ആലപ്പുഴ. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ വീണ ടിക്കെതിരെ SFIO കസ്റ്റഡിയിലെടുത്ത രേഖകൾക്കായി കോടതിയെ സമീപിച്ച ED. വീണയും CMRLും തമ്മിലുണ്ടാക്കിയ കരാർ അടക്കം ആവശ്യപ്പെട്ടാണ് ED എറണാകുളം PMLA കോടതിയെ സമീപിച്ചത്. മാസപ്പടി കേസിൽ തുടരന്വേഷണമാകാമെന്ന ഹൈക്കോടതി വിധിക്ക് പിന്നാലെ CMRLനും വീണ ടിക്കുമെതിരെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് ED. വീണ ടിയിൽ നിന്ന് SFIO കസ്റ്റഡിയിലെടുത്ത രേഖകൾക്കായി ED എറണാകുളം PMLA കോടതിയെ സമീപിച്ചു. എക്സാലോജിക്കും CMRLും തമ്മിലുണ്ടാക്കിയ കരാറുകൾ, എക്സാലോജിക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, വീണയുടെ ആദായനികുതി റിട്ടേൺ വിശദാംശങ്ങൾ, വീണയുടെ ലോൺ തിരിച്ചടവിന്റെ വിശദാംശങ്ങൾ എന്നിവയടക്കം 134 രേഖകൾ വേണമെന്നാണ് EDയുടെ ആവശ്യം. അതേസമയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 24 കൊച്ചി. ചികിത്സാ പിഴവിനെ തുടർന്ന് വലതുകൈ നഷ്ടപ്പെട്ട പാലക്കാട് പല്ലശ്ശന സ്വദേശിയായ 9 വയസ്സുകാരി വിനോദിനിക്ക് ഭാവിയിൽ സർക്കാർ ജോലി നൽകണമെന്ന് ബാലാവകാശ കമ്മീഷൻ. കൈ നഷ്ടപ്പെടാൻ കാരണം സർക്കാർ സംവിധാനങ്ങളുടെ വീഴ്ച. ചെയർപേഴ്സൺ KV മനോജ് കുമാർ ഉൾപ്പെടെയുള്ള ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ശുപാർശ. അജ്മൽ ദറാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അജ്മൽ, ഒടുവിൽ ആ വിനോദിനിക്ക് ഒരു നീതി ലഭിച്ചിരിക്കുന്നു എന്ന് പറയാമല്ലേ? ക്രിസ്റ്റീന, ചികിത്സാ പിഴവിനെ തുടർന്ന് വലതുകൈ നഷ്ടപ്പെട്ട പാലക്കാട് സ്വദേശിനി 9-കാരി വിനോദിനിക്കാണ് ഭാവിയിൽ സർക്കാർ ജോലി നൽകണമെന്ന് ബാലാവകാശ കമ്മീഷൻ ചീഫ് സെക്രട്ടറിയോട് ശുപാർശ ചെയ്തിരിക്കുന്നത്. ചെയർപേഴ്സൺ KV മനോജ് കുമാർ ഉൾപ്പെടെയുള്ള ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ശുപാർശ. വിനോദിനിക്ക് കൈ നഷ്ടപ്പെടാൻ കാരണം അത് സർക്കാർ സംവിധാനങ്ങളുടെ വീഴ്ചയാണെന്നും അതോടൊപ്പം തന്നെ കുട്ടിക്ക് സാധാരണ ജോലിയിൽ ഏർപ്പെടാനോ വരുമാനം കണ്ടെത്താനോ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് സർക്കാർ ഭാവിയിൽ ജോലി നൽകണമെന്ന ശുപാർശ ബാലാവകാശ കമ്മീഷൻ സർക്കാരിന് മുന്നിൽ വെച്ചു. അത് മാത്രമല്ല, വിനോദിനിക്ക് തുടർ ചികിത്സ ആരോഗ്യ വകുപ്പ് ഉറപ്പുവരുത്തണമെന്നും കൂടാതെ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള തുടർ പഠന ചെലവ് 21 വയസ്സ് വരെ ലഭിക്കുന്നുവെന്ന് പാലക്കാട് ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഉറപ്പാക്കണമെന്നുമാണ് കമ്മീഷന്റെ ഉത്തരവിലുള്ളത്, ശുപാർശയിലുള്ളത്. അത് മാത്രമല്ല, ഇത് കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസാണ്. അതോടൊപ്പം തന്നെ ഈ VD സതീശൻ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം കുട്ടിക്ക് കൃത്രിമ കൈവച്ച് നൽകുന്നതിനും അതോടൊപ്പം തന്നെ ധനസഹായം ലഭ്യമാക്കുന്നതിനും വീട് വയ്ക്കുന്നതിനും വേണ്ടി 5 സെന്റ് ഭൂമി ലഭ്യമാക്കുന്നതിനും ഒക്കെ സ്വീകരിച്ച നടപടികളെ കൂടി ഈ ശുപാർശയ്ക്കൊപ്പം കമ്മീഷൻ പ്രശംസിച്ചിട്ട് കൂടിയുണ്ട്. ക്രിസ്റ്റീന, കൂടുതൽ വാർത്തകളിലേക്ക്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലുറച്ച് കോക്രോച്ച് ജനതാ പാർട്ടി. 7 ദിവസത്തിനുള്ളിൽ രാജിവെച്ചില്ലെങ്കിൽ രാജ്യവ്യാപക പ്രക്ഷോഭമെന്നാണ് CJPയുടെ മുന്നറിയിപ്പ്. അതിനിടെ ഈ മാസം നടക്കാനിരിക്കുന്ന NEET UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നെന്ന പ്രചാരണം വ്യാജമാണെന്ന് വിശദീകരിച്ച് NTA രംഗത്തെത്തി. CBSEയുടെ 12ാം ക്ലാസ് പരീക്ഷ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഡൽഹി ജന്തർ മന്ദറിലെ പ്രതിഷേധം വെറും സാമ്പിൾ മാത്രമെന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വിശദീകരണം. ഒരാഴ്ചയ്ക്കകം പേപ്പർ ചോർച്ചയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ പ്രക്ഷോഭം രാജ്യവ്യാപകമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. വിദ്യാഭ്യാസ മേഖലയെ ശുദ്ധീകരിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചേ തീരുവെന്നാണ് CJPയുടെ നിലപാട്. ഇന്നലെ വൈകിട്ട് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ മുംബൈയിലെ വീട്ടിലേക്ക് മടങ്ങി. അടുത്തയാഴ്ച വീണ്ടും ഡൽഹിയിലേക്ക് എത്തിയേക്കും. അതിനിടെ ഈ മാസം 21-ന് നടക്കുന്ന NEET UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നെന്ന പ്രചാരണം NTA തള്ളി. തെറ്റായ പ്രചാരണങ്ങൾക്ക് പിന്നിൽ തട്ടിപ്പ് റാക്കറ്റുകളാണെന്നാണ് വാദം. സൈബർ പ്രശ്നങ്ങൾ മൂലം പലതവണ നീട്ടിവെച്ച CBSEയുടെ 12ാം ക്ലാസ് പരീക്ഷാ പുനർമൂല്യനിർണ്ണയത്തിന് വിദ്യാർത്ഥികൾക്ക് ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. 24 ഡൽഹി. വെടിനിർത്തലിനിടെ ലെബനനിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം. തലസ്ഥാനമായ ബെയ്റൂത്തിലാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. ഹെസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ദാഹിയ മേഖലയിൽ 3 തവണ ആക്രമണമുണ്ടായി. ഇസ്രയേലിന് നേരെയുള്ള ആക്രമണത്തിന് തിരിച്ചടിയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.